ഇന്നലെ രാത്രി ലൈവിൽ നടന്നത് ഷാനവാസും അക്ബറും തമ്മിലുള്ള ഒരു വഴക്കാണ്. അതിന്റെ ബാക്കിയാണെന്ന് ലൈവിൽ നമ്മൾ കാണാനും പോകുന്നത്. അക്ബറിന്റെ വൈഫ് ഡോക്ടറാണല്ലോ, ഡോക്ടറിനെ എല്ലാത്തിനെയും അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അക്ബർ ഇന്നലെ വഴക്കുണ്ടാക്കിയത്. അതിന് പബ്ലിക്കലി സോറി പറയണം. അങ്ങനെ ഒരു വിഷയം ഇന്നലെ ലൈവിൽ നടന്നു. ഷാനവാസ് ഗെയിമിലേക്ക് ഇൻവോൾവ് ആവുന്നുണ്ട്. ഇപ്പൊ ഈവൻ ഇന്നലെ നെഗറ്റീവ് ആണ് തിരിഞ്ഞതെങ്കിലും പുള്ളിക്കാരൻ ഈ പറയുന്ന ഡ്രസ്സിന്റെ കേസസും അതുപോലെ തന്നെ ഈ മാനിപ്പുലേഷൻസും നടത്തുന്നുവെങ്കിലും റാദർ ദാൻ ദ മാനിപ്പുലേഷൻ ആൻഡ് ദ കുലപുരുഷൻ ചിന്താഗതി ഹീസ് ഗെറ്റിംഗ് എൻറ്ററിങ് എനിക്ക് തോന്നുന്നു ഗെയിമിലോട്ട് വരുവാണെന്ന്. കാരണം ഈ പുള്ളിയുടെ ഓരോ ഇന്നലത്തെ നീക്കങ്ങൾ കാണുമ്പോഴത്തേക്കും പുള്ളിക്ക് ഗെയിം നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരു നെഗറ്റീവിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം നെഗറ്റീവ് ഷെയ്ഡിലാണ് നിൽക്കുന്നത്, പക്ഷെ അത് സഡൻലി മാറാനുള്ള ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട് ഷാനവാസിൽ. പിന്നെ ഇന്ന് നേരം വെളുത്ത് ഇവിടെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷുമായിട്ടുള്ള സ്ഥിരം തർക്കമാണ്. സുപ്രഭാതത്തിന്റെ പേരിൽ ഇന്നും ഒരു വഴക്കുണ്ടാക്കാൻ അനീഷ് നോക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് ഏഷുന്നില്ല. അതുകൊണ്ട് ഇന്ന് ശൈത്യയുടെ കൂടെയാണ് വഴക്ക് കൂടുന്നത്. ശൈത്യ, ശാരിക, ബിൻസി ഇവരൊക്കെ എടുത്തിട്ട് ഉടുക്കുവാണ് ഈ പറയുന്ന അനീഷിനെ. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ രാത്രി 12 മണി മുതൽ രാവിലെ 9 മണി വരെ ഉള്ള സംഭവങ്ങളാണ് ഞാൻ ലൈവ് അപ്ഡേറ്റ് തരാൻ പോകുന്നത്. ലൈവ് ഇന്നലെ രാത്രി ഇന്നലെ ഉറങ്ങിയതേ ഇല്ല, അതുകൊണ്ട് മൊത്തം ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ പറഞ്ഞുതരാം. രാത്രി നമ്മുടെ ഷാനവാസ്, ജിസേല്, ബിൻസി, ശൈത്യ ഇവർ പുറത്താണ്. അപ്പം അക്ബർ അങ്ങോട്ട് വരുന്നു. ഇവർക്ക് എങ്ങനെയെങ്കിലും ഷാനവാസിനെ പുറത്താക്കണം എന്നൊരു സാധനമുണ്ട്. ശൈത്യയെ പുറത്താക്കണം എന്നുള്ള സാധനം അപ്പാനിക്കാനുള്ളത്. കാരണം ശൈത്യ ആക്റ്റീവ് കുറവാണ്, ശൈത്യയെ പുറത്താക്കണം. എന്നാൽ അക്ബറിനും അപ്പാനിക്കും കൂടെ ചേർന്നുള്ള ഒരു പ്ലാൻ മീൻസ് ഷാനവാസിനെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, പുറത്താക്കണം. ബിക്കോസ് ഷാനവാസ് ഒരു സ്ട്രോങ് പ്ലെയറാണ്. ഇവരുടെ കണ്ണിൽ നമ്മൾ വിചാരിച്ച പോലെ അനുമോൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ഈ വീട്ടിലെ കുലപുരുഷ ചിന്താഗതി ഉള്ളതോ അതൊന്നുമല്ല ഇവർക്ക് പ്രശ്നം. ഷാനവാസ് സ്ട്രോങ് പ്ലെയർ ആണ്. അപ്പോൾ ഈ പുള്ളിയെ പുറത്താക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ പാഴാക്കി കളഞ്ഞാൽ അത് എന്തായാലും അറിയില്ല, എന്തായാലും പിന്നെ നടക്കത്തില്ല. അപ്പോൾ ഇപ്പം നമുക്കൊണ്ട് പറ്റുന്ന സാധനം അതാണ് എന്നൊരു സാധനമാണ് അവിടെ വർക്കൗട്ട് ആവുന്നതും. അങ്ങനെയാണ് ഷാനവാസിനെ എടുത്തുകൊണ്ട് പുറത്തു കൊണ്ട് കിടത്തുക എന്നുള്ള പ്ലാൻ വരുന്നത്. ഷാനവാസ് ആണെങ്കിൽ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഒരു ബോധമില്ലെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബോധമില്ല. അപ്പൊ ഷാനവാസ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗെയിം ഇറക്കുന്നുണ്ട്. എന്ത് ചെയ്യുന്നു? ഷാനവാസ് നമ്മുടെ ജിസേലിൻ്റെ അടുത്തും ബിൻസിയുടെ അടുത്തും ശൈത്യയുടെ അടുത്തും കൂടെ ഒരു ഉടമ്പടി കരാർ, അതായത് നമുക്ക് 3 പേർക്കും കൂടെ മാറി മാറി ഇരിക്കാം, ചതിക്കില്ലെന്നുറപ്പുണ്ടെങ്കിൽ ഇരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉടമ്പടിക്ക് നിൽക്കുകയും എന്നിട്ട് ബിൻസിയാണ് കട്ടിലിൽ കിടക്കുന്നത്. ഷാനവാസ് താഴെ കിടന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ കട്ടിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ച് കിടക്കുവാണ്. അപ്പോഴാണ് അക്ബർ അങ്ങോട്ട് വരുന്നത്. വീട്ടുകാരെല്ലാവരും ചാടിപ്പാഞ്ഞ് എഴുന്നേറ്റ് വരുന്നു. ഷാനവാസ് എന്ന് പറഞ്ഞതിന് മാപ്പ് പറയണം. അതാണ് മെയിൻ സംഭവം. അത് വേറെ ഒന്നുമില്ല. അനുമോളിനടുത്തല്ല മാപ്പ് പറയാനുള്ളത്. ഡോക്ടേഴ്സ് എല്ലാവരും പൈസ മേടിച്ചിട്ടാണ് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നതെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. എല്ലാവരുടെ മാപ്പ് പറയണമെന്ന് പറഞ്ഞ് ഇവരിന്നലെ ഒന്ന് ഉരസി. ഈ ഉരസലിന്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ ലൈവിൽ കാണാൻ പോകുന്നത്. ഓക്കെ ഫൈൻ, ആ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു. എന്നിട്ട് ജിസയിലാണ് ഇവർക്ക് 3 പേർക്കും കാവല നിൽക്കുന്നത്. മിക്കവാറും മലയാള ബിഗ് ബോസിന്റെ കപ്പ് നോർത്ത് ഇന്ത്യയിൽ ഇരിക്കും. കാരണം ജിസേലിന് ഭയങ്കരമായ സപ്പോർട്ടാണ്. നമ്മളെല്ലാവരും വിചാരിച്ചു ഒരു ഹിന്ദിക്കാരി ബിഗ് ബോസ് ഹിന്ദിയിലുള്ള ഒരാളെ മലയാളത്തിലോട്ട് വരുമ്പോൾ സപ്പോർട്ട് കിട്ടത്തില്ല എന്ന് നമ്മളെല്ലാം നിങ്ങൾ കരുതിയിട്ടുണ്ടാവാം. പക്ഷെ അങ്ങനെയല്ല, നേരെ തിരിഞ്ഞു അവസ്ഥ. കാരണം ജിസേലിന് ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പം ജിസേല് ഇന്നലെ ഞാൻ ആലോചിക്കായിരുന്നു, അപ്പാനി, ആര്യൻ, അതുപോലെ തന്നെ അഭിശ്രീ ഇവർ 3 പേരും കൂടെ പോയാണ് ജിസേലിനെ കുത്തി ഇളക്കിയത്. ആക്റ്റീവ് ആവെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവർക്ക് തന്നെ അത് വിനയായി. കാരണം ജിസേൽ ഇപ്പൊ ഭയങ്കരമായ ആക്റ്റീവാണ്. വീട്ടിലെ എല്ലാവരെക്കാളും ആക്റ്റീവാണ് ജിസേല്. ഹിന്ദി ബിഗ് ബോസിന്റെ പവറാണ് എന്നാണ് എനിക്ക് ഇത് കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം തോന്നുന്നത്. നേരം വെളുക്കുമ്പോൾ അനീഷും അപ്പാനിയും ഈ പറഞ്ഞ അക്ബറുള്ള ഒരു വഴക്കുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. രാവിലെ പാട്ടുകൾ എല്ലാവരും പുറത്ത് തന്നെ കിടക്കുന്നുണ്ട്, ഉറക്കമൊക്കെ എഴുന്നേൽക്കുന്നുണ്ട്. വലിയ വിഷയങ്ങളൊന്നുമില്ല. ജിസേലാണ് എല്ലാവർക്കും കാവല് നിൽക്കുന്നത്. ജിസേലാണ് മോർണിംഗ് വരേക്കും. ജിസേൽ ഉറങ്ങിയില്ല. ഷാനവാസ് താഴെ കിടന്ന് കാല് ക്രോസ് ചെയ്ത് കട്ടിലിന്റെ കാലിൽ ഇങ്ങനെ പിടിച്ചു വെച്ചാണ് കിടന്നുറങ്ങുന്നത്. ബിൻസിയാണ് കട്ടിലിൽ കിടന്നുറങ്ങുന്നത്. ശൈത്യ ഇരുന്നുറങ്ങുകയാണ്. അങ്ങനെ നേരം വെളുപ്പിക്കുന്നു. നേരം വെളുക്കുമ്പോൾ തന്നെ അനീഷ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് തുടങ്ങുകയാണ്. പാട്ട് ഇന്ന് കുതന്ത്രതന്ത്രം മന്ത്രം ഒന്നും അറിയില്ലടാ ഈ പാട്ടാണ്. അനീഷ് ഈ പാട്ട് പാടി ഇങ്ങനെ നടക്കുവാണ്. ഈ പാട്ടിന്റെ വരികള് പെരിയാറിനടിമകളല്ലേ, ഈ പാട്ടിന്റെ വരികൾ എങ്ങനെ പാടിക്കൊണ്ട് നടക്കുകയാണ്. അറിയില്ല ഇതിന്റെ ഈ വാക്കിന്റെ അർത്ഥം. കൂടെ പിറക്കാതെ പിറന്നവർ കൂടെ ഉണ്ടല്ലോ, ഈ സാധനം പാടി നടക്കുവാണ്. പക്ഷേ
ഇതിനകത്ത് ബാക്കിയുള്ളവർക്ക് ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരുമ്പോൾ എല്ലാവർക്കും ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. അപ്പൊ നേരെ കിച്ചണിൽ വന്നിട്ട് സരിക അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ചേച്ചി ഈ പാട്ടില്ലേ, ഈ പാട്ടിന്റെ വരി അപ്പോഴത്തേക്ക് മുൻഷി പറയണേ സരിക ഏതാണ്ട് ചപ്പാത്തി മറിച്ചിട്ട്. അതായത് ഇവരെടുത്ത് സംസാരിക്കാൻ പോലും ആരും, ഈ ബുദ്ധിയുള്ളവരാരും ഇവിടെ സമ്മതിക്കുന്നില്ല ഈ അനീഷിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ആരെയും. അങ്ങനെ അനീഷിനെ ഒറ്റപ്പെടുത്തിയ രീതിക്ക് അവിടെ ഇട്ടിരിക്കുകയാണ്. അപ്പോഴാണ് പിന്നീട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ശൈത്യ കുളിക്കാൻ വേണ്ടി പോകാൻ നോക്കുമ്പോൾ ശൈത്യയുടെ ടർക്കി കാണുന്നില്ല. ഇത് ക്യാപ്റ്റൻ എടുത്ത് കംപ്ലൈന്റ് ചെയ്യുമ്പോൾ ടർക്കി ഇല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ടർക്കി എടുത്തുകൊണ്ട് പോകണം, സ്വന്തം കാര്യങ്ങളെങ്കിലും ചെയ്യാൻ പഠിക്കണം, ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കരുതെന്ന് പറഞ്ഞ് അതും അവിടെ ഒരു വഴക്കാണ്. താൻ അവിടുത്തെ ക്യാപ്റ്റനാണോ, എന്ത് ക്യാപ്റ്റനാണോ, എനിക്ക് 2 ദിവസം വയ്യാത്തവരാണ് ഞാൻ മിണ്ടായിരുന്നു, എനിക്ക് പോകുന്നത് ഇവിടെ പോയതോ തന്നെ നാക്ക് എന്നെല്ലാം ചോദിക്കുകയാണ്. കുറച്ച് കഴിയുന്നു ടർക്കി, അപ്പം ടർക്കി ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ടർക്കി എടുക്കണമെന്ന് പറഞ്ഞ് വേറെ ഒരാളുടെ ടർക്കി എടുത്ത് ശൈത്യ കുളിക്കാൻ വേണ്ടി പോയി റെഡിയായി നിൽക്കുമ്പോഴാണ് ഇവർ വെസൽ ടീമിൽ എന്തോ, ശൈത്യ ഏത് ടീമിലാണ് ഉള്ളത്, ശൈത്യ ഉള്ള ടീമിന് നമ്മുടെ വെസൽ ടീമിലാണ് ശൈത്യ ഉള്ളത്. അപ്പം ഒരു സ്പൂണ് പുറത്തിരിക്കുന്ന കണ്ടു. അപ്പോൾ ശൈത്യ വന്നു, ഈ സ്പൂൺ ആരാ അവിടെ കൊണ്ടുവച്ചത്, ആരാണ് ഒരു ബേസിക് മാനേഴ്സ് പോലും ഇല്ലാതെ അവിടെ കൊണ്ടുവച്ചത് എന്നുള്ള സാധനം ചോദിക്കുകയാണ്. അപ്പോൾ അതിന്റെ പേരിൽ ഒരു വഴക്കുമ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു നമ്മളെ വീടല്ലേ, അപ്പം നമുക്ക് തോന്നുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് എടുത്തുകൊണ്ട് തിരിച്ചു വെക്കേണ്ടത് നമ്മളാണ്, എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ. അപ്പം നമ്മളെ വീടാണോ ഇങ്ങനെയാണോ ക്യാപ്റ്റൻ പറയേണ്ടത്, ഇവിടെ കൊണ്ടുവച്ചവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ഭയങ്കര വഴക്കാവാണ്. ശൈത്യമുണ്ട്, ശാരികയുണ്ട്, ബിൻസിയുണ്ട്, 3 പേരുടെ അനീഷിനെ എടുത്തിട്ട് അങ്ങ് കൊട്ടഞ്ഞ് വാരി മറിക്കുകയാണ്. ഇതേ സമയം അനിമോള് ശാരിക പുറത്ത് ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, നെവിനുമായിട്ടൊക്കെ ഉള്ള സംസാരം. ബാക്കി നോർമൽ ഇപ്പൊ വീടിനകത്ത് അനീഷിനെ കുറിച്ചുള്ള ചർച്ചകൾ ആർക്കും സംസാരിക്കാൻ താല്പര്യമില്ല. അനീഷ് എന്ത് മിണ്ടിക്കഴിഞ്ഞാലും ആരും ഒന്നും പറയില്ല, ആ മൈൻഡിലാണ് എല്ലാവരും ഇരിക്കുന്നതാണ്. അത്രയധികം ഇവർ വെറുത്തു എന്നുള്ള അവസ്ഥയിലാണ്. പക്ഷേ ഇത് അനീഷിന് സപ്പോർട്ട് വരുമോ, ഇനി ഷാനവാസിന്റെ ഗെയിം എങ്ങനെയായിരിക്കും, മീൻസ് ഇന്നലെയൊക്കെ നെഗറ്റീവിലായിരുന്നെങ്കിൽ ഇപ്പൊ ഷാനവാസിന്റെ ഉള്ളിൽ ഒരു ഗെയിം ഉണ്ട്. മീൻസ് ഒരാളെയും പർട്ടിക്കുലർലി നെഗറ്റീവ് പറയണമെന്ന് കരുതിക്കൊണ്ടല്ല ഞാനും റിവ്യൂ ഇടുന്നത്. പക്ഷേ സംഭവങ്ങളിപ്പം ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഷാനവാസിന് ഗെയിം ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും, അല്ല മാനിപ്പുലേഷൻ ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറയും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. ലൈവ് കാണാത്തവർക്ക് യൂസ്ഫുൾ ആവും. ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെച്ച് നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യുക. അടുത്ത ലൈവ് അപ്ഡേറ്റോട് വരാം. അപ്പൊ അതുവരേക്കും ബൈ.